നടക്കുന്ന T20 ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ കാത്തിരിപ്പ്. ന്യൂയോർക്കിൽ നടക്കാനിരിക്കുന്ന ഈ കളിക്കുള്ള തയ്യാറെടുപ്പുകൾ രണ്ട് ടീമുകളും ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ കളിയിൽ അയർലൻഡിനെ തകർത്തതിന് ശേഷമാണ് ഇന്ത്യ ഈ മത്സരത്തിന് ഇറങ്ങുന്നത്. അതേസമയം സൂപ്പർ ഓവർ ത്രില്ലറിൽ USA പരാജയപ്പെട്ടാണ് പാകിസ്ഥാന്റെ വരവ്. എന്നാൽ ഈ പോരാട്ടത്തിന് മുൻപ് ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ പാക് മത്സരം മുടങ്ങുമോ എന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ പാക് മത്സരത്തിന് കാലാവസ്ഥ ഭീഷണിയാകുമോ എന്ന നിലയിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മത്സരം നടക്കാനിരിക്കുന്ന ജൂൺ 9 ന്യൂയോർക്കിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അന്നേ ദിവസം 11 മണി മുതൽ ന്യൂയോർക്കിൽ മഴ പെയ്യാനുള്ള സാധ്യത 51% വൈകിട്ട് 4 മണി വരെ മഴയ്ക്കുള്ള സാധ്യത 45 മുതൽ 50% നിലനിൽക്കുന്നു എന്നുമാണ് കാലാവസ്ഥാ പ്രവചനം. പകൽ ദിന മത്സരമായതിനാൽ ഈ കളി പൂർത്തിയാക്കാൻ അധിക സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മഴയ്ക്ക് ശമനമുണ്ടായില്ലെങ്കിൽ മത്സരം ഉപേക്ഷിക്കാൻ അധികൃതർ നിർബന്ധിതരാകും. ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് റിസർവ് ദിനമില്ലാത്തതിനാൽ കളി ഉപേക്ഷിച്ചാൽ രണ്ട് ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിക്കും. ഈ ലോകകപ്പിൽ ഇതിനു മുമ്പ് ഒരു കളിയാണ് മഴയെ തുടർന്ന് ഫലമില്ലാതെ ഉപേക്ഷിച്ചത്. ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിൽ നടന്ന കളിയായിരുന്നു അത്. ലോകകപ്പിൽ ഇത്തവണ കളിച്ച ആദ്യ മത്സരത്തിൽ USA പാകിസ്ഥാൻ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഇത് ടീമിന്റെ സൂപ്പർ 8 സാധ്യതകൾക്കും കനത്ത ആഘാതമാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യക്കെതിരായ കളിയിൽ ജയിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ സൂപ്പർ 8 യോഗ്യത നേടാതെ പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ കളി നടക്കേണ്ടത് പാകിസ്ഥാനെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇന്ത്യ പാക് മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ സൂപ്പർ 8 യോഗ്യത നേടാൻ മറ്റ് ടീമുകളുടെ മത്സരഫലങ്ങളും ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് പാകിസ്ഥാൻ വീണേക്കും. ഒരു പതിറ്റാണ്ടിൽ അധികമായി തുടരുന്ന ICC ട്രോഫി ദൗർഭാഗ്യത്തിന് വിരാമമിടാൻ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ടീം ഇന്ത്യ 2024 എഡിഷൻ 2020 ക്രിക്കറ്റ് ലോകകപ്പ് പോരാട്ടം ആരംഭിച്ചു. 2013 ICC ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കുന്നതിന് ശേഷം ഇന്ത്യക്ക് ഇതുവരെ ICC കിരീടത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല. 2024 2020 ലോകകപ്പിൽ അയർലൻഡിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് രോഹിത് ശർമ്മയും സംഘവും മിന്നും തുടക്കമാണ് കുറിച്ചത്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയുടെ രണ്ടാം മത്സരം ചിരവൈരികളായ പാകിസ്ഥാന് എതിരെയാണ്. ജൂൺ 9 ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 8 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വമ്പൻ പോരാട്ടം. അയർലൻഡിനെതിരായ മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കാതിരുന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ പാകിസ്ഥാനെതിരെ അവസാന 11-ൽ ഉണ്ടാകുമോ എന്നതാണ് ആരാധകരുടെ സുപ്രധാന ചോദ്യം. നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ സഞ്ജു സാംസണാണ് പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കുന്നതിനായാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നത്. 2020 ലോകകപ്പ് ഗ്രൂപ്പ് എയിൽ ആദ്യ മത്സരത്തിൽ സഞ്ജു പ്ലേയിങ് 11-ൽ ഉൾപ്പെടാതിരുന്നതിൽ അദ്ദേഹത്തിന്റെ ആരാധകർ തികച്ചും നിരാശയിലാണ്. സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ സഞ്ജു ഓപ്പണറുടെ റോളിൽ എത്തിയിരുന്നു. എന്നാൽ 6 പന്തിൽ 1 റൺ മാത്രമായിരുന്നു മലയാളി താരത്തിന്റെ സമ്പാദ്യം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അയർലൻഡിന് എതിരായ മത്സരത്തിന് ശേഷം പറഞ്ഞത് ഡാളസിയിലെ പിച്ചിന്റെ സ്വഭാവം അനുസരിച്ചുള്ള ടീമിനെയാണ് ഇറക്കിയതെന്നായിരുന്നു. ഇതുപോലെയായിരിക്കും പാകിസ്ഥാനെതിരെയും ഇന്ത്യ ഇറങ്ങുക എന്ന സൂചനകളാണ് രോഹിത്തിന്റെ വാക്കുകളിൽ നിന്ന് ലഭിച്ചത്. പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് പ്ലേയിങ് 11-ൽ മാറ്റം വരുത്തൂ എന്ന രോഹിത്തിന്റെ നിലപാട് സഞ്ജുവിന് ആശാവഹമല്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. പാകിസ്ഥാന് എതിരായ മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഇന്ത്യ മാറ്റം വരാൻ സാധ്യതയില്ല. അയർലൻഡിനേക്കാൾ മികച്ച ബൗളിംഗ് ആക്രമണമാണ് പാകിസ്ഥാന്റേത്. രോഹിത് മുതൽ അക്സർ പട്ടേൽ വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു അയർലൻഡിന് എതിരായ ഇന്ത്യൻ പ്ലേയിങ് 11. അതുപോലെ ശിവം ദുബൈ ഉൾപ്പെടെ 4 ഓൾറൗണ്ടർമാർ ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്സൽ പട്ടേൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയം. പാകിസ്ഥാനെതിരെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറിനെ ഒഴിവാക്കി അയർലൻഡിനെതിരെ ഇറങ്ങിയതുപോലെ 3 പേസർമാരെ ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് ഉൾപ്പെടുത്തിയായിരിക്കും ഇന്ത്യ ഇറങ്ങുക.